أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. صدق الله مولانا العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واعلموا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. ആദരണീയരായ ഉസ്താദുമാരെ, സംഘാടക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വാലിഹായ അമലാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂറത്തു തകാസുറ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അതിൻ്റെ തുടക്കത്തിലുള്ള ഒന്ന് രണ്ടായത്തുകൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അൽഹാക്കും അത്തകാസുർ, പരസ്പരം സമ്പത്തിൻ്റെ കാര്യത്തിലും സന്താനങ്ങളുടെ കാര്യത്തിലും ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിലുമൊക്കെ പെരുപ്പം കാണിച്ച് പറയുകയും അഹങ്കാരം നടിക്കുകയും ചെയ്യുക എന്നത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു, നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ വിവക്ഷ. അൽഹാക്കുമുത് തകാസുർ. അങ്ങനെ നിങ്ങൾ വീമ്പ് പറയുകയും ദുനിയാവിൻ്റെ കാര്യത്തിൽ അഹങ്കാരം പ്രകടിപ്പിക്കുകയും ചെയ്യൽ ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബർസ്ഥാനുകളെ സന്ദർശിക്കുന്നത് വരെയാണ്, അഥവാ നിങ്ങൾ മരിക്കുന്നത് വരെയാണ് അതുണ്ടാവുക. അതിലപ്പുറം നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ ആ ഭാഗം വളരെ ചുരുങ്ങിയ രൂപത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ. തൊട്ടടുത്ത ആയത്തിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? കല്ലാ, വേണ്ട. കല്ലാ എന്ന് പറഞ്ഞാൽ വേണ്ട, അഥവാ നിങ്ങൾ ഈ ചെയ്യുന്ന രീതി അത് തെറ്റാകുന്നു. ദുനിയാവിനോടുള്ള അമിതമായ ത്വരയും സ്നേഹവും കൂടിയത് കാരണത്താൽ നിങ്ങളിങ്ങനെ വീമ്പ് പറഞ്ഞ് നടക്കുക എന്നുള്ളത് അതൊരു തെറ്റായ രീതിയാണ്, തെറ്റായ ശൈലിയാണ്.
എന്നതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് കല്ല കല്ല, വേണ്ട കേട്ടോ, അരുതാത്തതാണ് കേട്ടോ എന്നാണ് അർത്ഥം. കല്ല, ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ഭ്രമം നടിക്കുന്നത്, അല്ലെങ്കിൽ അഹങ്കരിക്കുന്നത്, മേനി പറയുന്നത്, അത് നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. നിങ്ങൾ ആ ഒരു ശൈലി സ്വീകരിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല. സൗഫ തഅലമൂൻ, നിങ്ങൾക്ക് പിന്നീട് അതിൻ്റെ ഭവിഷ്യത്ത് അറിയുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ ചെയ്തു വരുന്ന രീതി തെറ്റാണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും. സൗഫ തഅലമൂൻ. ശ്രദ്ധിക്കുന്നില്ലേ? മനസ്സിലാകുന്നില്ലേ? കല്ലാ സൗഫ തഅലമൂൻ. വീണ്ടും പറയാൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. സുമ്മ വീണ്ടും, അല്ലെങ്കിൽ പിന്നീട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറയല്ലോ, അതെ ഒരു കാര്യം പറഞ്ഞതിൻ്റെ ശേഷം അത് മോശമാണ്, വീണ്ടും പറയും അതെ ആ കാര്യം മോശമാണ്, ഒന്നുകൂടെ ആവർത്തിച്ച് പറയും. അങ്ങനെയുള്ള ഒരു ശൈലിയാണ് സുമ്മ കല്ലാ സൗഫ തഅലമൂൻ എന്ന് ആവർത്തിച്ച് പറഞ്ഞതിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. കല്ല, അരുത് കേട്ടോ, നിങ്ങൾ ഈ ചെയ്തു വരുന്ന ശൈലി ശരിയല്ല കേട്ടോ. സൗഫ തഅലമൂൻ, നിങ്ങൾക്ക് അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്കറിയും, പിന്നീട് നിങ്ങൾ അറിയും. സുമ്മ, അതെ കല്ലാ സൗഫ തഅലമൂൻ, നിങ്ങൾ പിന്നീട് അറിയുക തന്നെ ചെയ്യും, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. മറ്റൊരു വ്യാഖ്യാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് കല്ലാ സൗഫ തഅലമൂൻ, നിഷേധികളെ നിങ്ങൾക്ക് മനസ്സിലാകും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, വിശ്വസിച്ചവരെ നിങ്ങൾക്കും മനസ്സിലാകും. ഇങ്ങനെ അവിശ്വാസികളിലേക്ക് ബന്ധപ്പെടുത്തിയിട്ടാണ് ആദ്യത്തെ കല്ലാ സൗഫ തഅലമൂൻ. അല്ല, രണ്ടാമത് ആവർത്തിച്ച് പറഞ്ഞത് സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, വിശ്വാസികളെ നിങ്ങൾക്കും അത് ബോധ്യപ്പെടും, മനസ്സിലാകും എന്നതിലേക്കുള്ള സൂചനയാണ് എന്നും ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഉൾക്കൊള്ളുന്നില്ലേ? മനസ്സിലാകുന്നില്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് സിസ്റ്റം ക്ലിയർ അല്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. കല്ലാ, ഇങ്ങനെ പ്രത്യേകമായ വിഷയം അറിയിക്കാൻ വേണ്ടിയും ഗൗരവം സൂചിപ്പിക്കാനൊക്കെ ഇടക്കിടക്ക് ഉപയോഗിക്കും. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്ആ. കല്ലാ, വേണ്ട കേട്ടോ, ഇന്നൽ ഇൻസാന ലയത്ഗാ, നിശ്ചയമായും മനുഷ്യൻ അഹങ്കരിക്കുകയാണ്, അതിക്രമം കാണിക്കുകയാണ്. അർആഹു ഇസ്തഗ്നാ, അവന്റെ അതിക്രമം എന്താണ്? അവൻ സ്വയം എല്ലാം നേടിയെന്ന അഹങ്കാരമാണ്. അർആഹു ഇസ്തഗ്നാ, അവൻ സ്വന്തത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. ഇസ്തഗ്നാ, അവനെല്ലാം നേടിയിരിക്കുന്നു, ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിലേക്ക് അവൻ എത്തിയിരിക്കുന്നുവെന്ന്. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്ആ. എങ്കിൽ ധിക്കാരിയായ മനുഷ്യ, നീ മനസ്സിലാക്കിക്കൊള്ളുക, നിന്റെ റബ്ബിലേക്കാണ് നിന്റെ മടക്കമെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. കല്ലാ, ഇതിന്റെ തൊട്ടു മുമ്പുള്ള സൂറത്തിലും നമ്മൾ പറഞ്ഞു കല്ലാ. എവിടെ? കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. കാര്യം അതല്ല കേട്ടോ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. അവിടെയും ദുനിയാവിനെ സ്നേഹിക്കുന്ന ആള് മുതലിന്റെ കാര്യത്തിൽ അവൻ ചിന്തിക്കുന്നു. യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവന്റെ സ്വത്ത് അവനെ എന്നെന്നും ഇവിടെ ജീവിപ്പിക്കുമെന്ന്, ശാശ്വതമായ ജീവിതം അവന് ദുനിയാവിൽ അവന്റെ സ്വത്ത് ഉണ്ടാക്കി കൊടുക്കുമെന്ന് അവൻ വിചാരിക്കുന്നു. കല്ലാ, തെറ്റുപറ്റിയിരിക്കുന്നു കേട്ടോ. അവിടെയും ഒരു അറിയിപ്പാൻ ലയുംബദന്ന ഫിൽ ഹുതമ. ഇത്തരക്കാര് ദുനിയാവിനോട് ഇത്ര സ്നേഹം കാണിച്ച് മുതലേ സമ്പത്ത് എന്ന് അടിമത്തത്തോടുകൂടെ ദുനിയാവിന് അടിമത്തം കാണിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ലയുംബദന്ന ഫിൽ ഹുതമ, അവർ ഹുതമയിലേക്ക് എറിയപ്പെടുക തന്നെ ചെയ്യും. അവിടെയും കല്ലാ എന്ന് പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുകയാണ്. ചിന്തിക്കാൻ വക നൽകുന്ന ഗൗരവപ്പെട്ട വിഷയമാണ് അത്തരം പ്രയോഗങ്ങൾക്ക് ശേഷമുണ്ടാവുക. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്ക.
തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സൂറത്തിൽ തന്നെ തൊട്ടടുത്ത ആയത്തും കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. വീണ്ടും ഓർമ്മപ്പെടുത്താണ്, കല്ലാ, നിങ്ങളാ ചിന്തിക്കുന്ന രീതി തെറ്റാണ് കേട്ടോ. കല്ലാ, നിങ്ങൾ അഹങ്കരിക്കുന്നത് തെറ്റാണ് കേട്ടോ. എത്രത്തോളം പാവങ്ങളായ ആളുകൾ പരിശുദ്ധമായ ദീനിൻ്റെ ചിട്ടവട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ അവരെ കളിയാക്കുമായിരുന്നു ആര്? ധനികരായ ശത്രുക്കൾ. ദുനിയാവ് വേണ്ടാന്ന് വെച്ചിട്ടാണോ നിങ്ങളിങ്ങനെ മുഹമ്മദിൻ്റെ ഒപ്പം കൂടുന്നത്? ഈ ദുനിയാവിലെ സുഖസൗകര്യങ്ങളൊക്കെ ആസ്വദിക്കാനുള്ളതല്ലേ? നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്? ഈ രൂപത്തിൽ വെറും നിരുത്സാഹപ്പെടുത്തൽ മാത്രമായിരുന്നു ആര് ചെയ്തിരുന്നത്? ധിക്കാരികളായ, പണം കൊണ്ട് എല്ലാം നേടാമെന്ന് വിചാരിച്ചിരുന്നവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഖുർആൻ, കല്ലാ, നിങ്ങളുടെ ആ ചിന്ത ധിക്കാരത്തിന്റെ ചിന്ത ശരിയല്ല കേട്ടോ. ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിശ്ചയമായും ദൃഢമായ ജ്ഞാനം ഈ വിഷയത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്രകാരം വീമ്പ് പറയുമായിരുന്നില്ല. നിങ്ങൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ദുനിയാവിനോട് സ്നേഹം വെക്കുമായിരുന്നില്ല. നിങ്ങൾ യഥാർത്ഥ വിജ്ഞാനം നേടിയവരാണെങ്കിൽ ശ്രദ്ധിക്കുക, ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ദൃഢമായ അറിവ് നിങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, നിങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള, നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുള്ളതാണ് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്താൽ നിങ്ങൾ ഇപ്രകാരം ദുനിയാവിൻ്റെ കാര്യത്തിൽ അഹങ്കാരം പറയുകയില്ല, മേനി നടിക്കുകയില്ല, ദുനിയാവേ എന്നുള്ള ചിന്തയിലായി കഴിഞ്ഞുകൂടുകയില്ല. ലൗ അലിംതും ഹഖൽ ഇൽം ലൗ അലിംതും ഹഖൽ ഇൽം ലമാ അൽഹാകുമുത് തകാസുർ അൻ തലബിദ്ദാരിൽ ആഖിറ. നിങ്ങൾ യഥാർത്ഥ വിജ്ഞാനം നേടിയവരാണെങ്കിൽ, ഇൽമുൽ യഖീൻ, ഉറപ്പുള്ള വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹ് അവനാണ് സ്രഷ്ടാവ്, അവനാണ് എല്ലാം തന്നത്, അവൻ്റെ കൽപ്പന പ്രകാരമാണ് ജീവിക്കേണ്ടത്. ഈ ഉന്നതമായ വിജ്ഞാനം നിങ്ങൾ നേടിയാൽ ദുനിയാവിനോട് നിങ്ങൾ അടിമത്തം കാണിക്കുകയില്ല. ലൗ അലിംതും ഹഖൽ ഇൽം, ഈ ദൃഢമായ വിജ്ഞാനം നിങ്ങൾ സമ്പാദിച്ചാൽ, ലമാ അൽഹാകുമുത് തകാസുർ, ദുനിയാവിൻ്റെ കാര്യത്തിലുള്ള നിങ്ങളുടെ വീമ്പ് പറയൽ, ദുനിയാവിൻ്റെ കാര്യത്തിലുള്ള നിങ്ങളുടെ അഹങ്കാരം കാണിക്കൽ ഒരിക്കലും നിങ്ങൾ അശ്രദ്ധമാക്കുമായിരുന്നില്ല. അൻ ത്വലബിദ്ദാരിൽ ആഖിറ, ആഖിറത്തിലെ വീടിനെ അന്വേഷിക്കുന്ന കാര്യത്തിൽ, സ്വർഗം തേടുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും അശ്രദ്ധരാവില്ല. നിങ്ങൾ യഥാർത്ഥ വിജ്ഞാനം നേടുന്നവരാണെങ്കിൽ. അല്ലാഹു തആല യഥാർത്ഥ ഈമാൻ, ദൃഢമായ ഈമാൻ അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഉറപ്പുണ്ടാവുക എന്നുള്ളതാണ്. കൃത്യമായ ഉറപ്പോടുകൂടെ ചാഞ്ചല്യമില്ലാതെ നിലകൊള്ളാൻ സാധിക്കണം. അതുകൊണ്ടാണ് സഹാബാക്കൾ എന്താണോ പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത് അതിന് സന്നദ്ധരായത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ 13 കൊല്ലക്കാലത്തെ പീഡനങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് മദീനയിൽ പോകാൻ വേണ്ടി പറയണത്. ഒരു ഓഫറും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടോ? മദീനയിൽ പോയാൽ സ്വസ്ഥമായി കിടന്നുറങ്ങാം എന്ന് ഇവർക്ക് യാതൊരു വിചാരവും ഇല്ല. ഉണ്ടോ? യാതൊരു വിധത്തിലുള്ള ഓഫറും കൊടുത്തിട്ടില്ല. എന്നിട്ടും തയ്യാറാവാൻ. എങ്ങനെ? തൻ്റെ സമ്പാദ്യം, മക്കയിലുള്ള സമ്പാദ്യം എല്ലാം ഒഴിവാക്കിയിട്ട്, വീട് ഒഴിവാക്കിയിട്ട്, എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും എന്താണോ ഉള്ളത് അതൊക്കെ ഒഴിവാക്കിയിട്ട് പോകാൻ സന്നദ്ധരാവാൻ. എന്നിട്ട് മദീനയിൽ ചെന്നിട്ടോ പരിശുദ്ധമായ ബദർ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞപ്പോ ഒരു പ്രയാസവും കൂടാതെ സന്നദ്ധരാവുകയാണ്. അത് എന്തുകൊണ്ടാണ്? ആ ഉറപ്പാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ വെറുതെ സംശയിക്കാനുള്ളതല്ല. എന്താ ഈമാന്റെ അടിസ്ഥാനം? എന്താ? ഉറപ്പോടുകൂടെ നിലകൊള്ളുക എന്നുള്ളതാണ്. അള്ളാനോട് ദ്വാരനാൽ ഉത്തരം അവൻ തരുമെന്നുള്ള ഉറപ്പോടുകൂടെ നിലകൊള്ളുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة
വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവിടെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, പരിശുദ്ധമായ ഗ്രന്ഥം ഖുർആൻ, അതിൽ യാതൊരു സംശയവുമില്ല, യാതൊരുവിധ കലർപ്പുമില്ല. ഉറപ്പോടുകൂടെ തന്നെ വിശ്വാസത്തെ ദൃഢമായി കൊണ്ട് നടക്കാൻ സാധിക്കണം. അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള അറിവ്. യഖീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പ്. ഇൽമുൽ യഖീൻ, ഉറപ്പായിട്ടുള്ള ജ്ഞാനം. നമ്മൾ പറയില്ലേ യഖീൻ, യഖീനില്ല, ഓനൊരു യഖീനില്ലാത്ത ആളാണെന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉറപ്പില്ലാത്ത ആളാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സെന്തായിരിക്കണം? ദൃഢമായിരിക്കണം. ചാഞ്ചല്യം ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് അവന് കരുത്തുണ്ടാവുക. ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്ത് തരും, ചില നിഅമത്തുകൾ ഇല്ലാതിരിക്കും. പക്ഷെ എന്ത് വേണം? നമുക്ക് ഒരു ദൃഢത വേണം, അല്ലേ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദഅവത്തിന് നേതൃത്വം കൊടുത്ത മഹാനാണ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിന് സംസാര വൈഭവത്തിന് അല്പം പ്രയാസമുണ്ടായിരുന്നു, ഇല്ലേ? സംസാര വൈഭവം അല്പം കുറവായിരുന്നു, ഒരു വിക്ക് പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ സഹോദരൻ ഹാറൂനെ കൂടെ നബിയാക്കണമെന്ന് ആര് പറഞ്ഞത്? കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. ആരാ മൂസാ നബി അലൈഹിസ്സലാം? അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം ലഭിച്ച മഹാനല്ലേ? കലീമുല്ലാഹ്, അള്ളാഹുവിനോട് സംസാരിക്കാനുള്ള അവസരം കൈവന്നു. അതുകൊണ്ട് കലീമുല്ലാഹ് എന്ന പേര് വരെ നൽകപ്പെട്ട മഹാനാണ് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. ഫിർഔൻ എന്ന ഏറ്റവും വലിയൊരു ധിക്കാരി, ആ ധിക്കാരിയുടെ പതനം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഒരു മുഅ്ജിസത്ത് പോലെയല്ല നടന്നത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കയ്യിൽ ഒരു വടിയാ ഉണ്ടായിരുന്നത്. അള്ളാഹു അത് വലിയ അത്ഭുതത്തിൻ്റെ, മഹാത്ഭുതത്തിൻ്റെ ദൃഷ്ടാന്തമാക്കിയില്ലേ? ആ വടി കൊണ്ട് കടലിനെ അങ്ങ് അടിക്കാൻ പറഞ്ഞു. കടൽ രണ്ട് പിളർപ്പായി തീർന്നു. ആ വലിയ പിളർപ്പിലൂടെ രൂപപ്പെട്ട വലിയ ആ വഴിയിലൂടെ അതാ മൂസാ നബി അലൈഹിസ്സലാമും സമൂഹവും അങ്ങ് നടന്ന് സ്വസ്ഥമായി നീങ്ങുമ്പോൾ പിന്നാലെ കൂടിയില്ലേ ശത്രുക്കൾ, ഫിർഔനും കൂട്ടരും. ഫിർഔൻ എന്ത് പറഞ്ഞു? നമുക്കും ഇതിലൂടെ പോകാം, നമുക്കും രക്ഷപ്പെടാം. ചെങ്കടലിൻ കടന്ന് അപ്പുറത്തേക്കെത്തി മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമും സമൂഹവും അനുയായികളും. അപ്പോഴേക്ക് ഫിർഔൻ എന്ന ധിക്കാരി തൻ്റെ അനുയായികളോടൊപ്പം നടുകടലിൽ മുങ്ങിച്ചാവുകയാണ്. ആലോചിക്കണം, മൂസാ നബി അലൈഹി സ്വലാം എന്താ ചെയ്തിട്ടുള്ളൂ? വടി കൊണ്ടൊന്ന് അടിച്ചിട്ടേ ഉള്ളൂ. അതേ വടി കൊണ്ട് തന്നെ പിന്നീട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞു പാറക്കെട്ടുകൾ അടിക്കാൻ. അക്കരെ എത്തിയപ്പോൾ പിന്നെ വിജനമായ പാറക്കെട്ടുകൾ നിറഞ്ഞ മരുഭൂമിയിലൂടെയാണ് നടന്നു പോകാനുള്ളത്. കൂടെയുള്ള അനുയായികൾക്ക് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം. പരിശുദ്ധ ഖുർആൻ പറയാൻ, ഏത് വടി കൊണ്ടാണോ കടലിനെ അടിക്കാൻ പറഞ്ഞത് അതേ വടി കൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാമിനോട് എവിടെ അടിക്കാൻ പറഞ്ഞു? പാറക്കല്ലിൽ അടിക്കാൻ പറഞ്ഞു. ആ വടി കൊണ്ട് അടിച്ചപ്പോൾ അവിടെ പാറക്കല്ല് പിളർന്നിട്ട് വെള്ളം ഉണ്ടായി. നേരത്തെ പറഞ്ഞ സംഭവത്തിലോ കടലങ്ങ് അങ്ങോട്ട് മാറി നിന്നിട്ട് അവിടെ സ്വസ്ഥമായ ഒരു റോഡ് അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ആലോചിക്കണം, രണ്ടിനും കാരണം എന്താ? മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വടി. അത് വലിയൊരു മുഅ്ജിസത്തായി അല്ലാഹു തആല കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ വലിയ അനുഗ്രഹം കൊടുത്ത് ആദരിച്ച മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല എന്ത് കൊടുത്തില്ല? നാവിനുള്ള പൂർണ്ണമായി വഴങ്ങാനുള്ള ശക്തി കൊടുത്തില്ല. ആലോചിക്കണം. അവിടെ നമുക്ക് ചിന്തിക്കാൻ വക എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പിയാക്കളിൽപ്പെട്ട പ്രമുഖനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന് പോലും വലിയ നിഅമത്തുകൾ കൊടുത്തതോടൊപ്പം ചില കാര്യങ്ങൾ പൂർണ്ണമായി കൊടുത്തിട്ടില്ല. നമുക്ക് ചിന്തിക്കാൻ വലിയ പാഠമാണത് എന്നാണ് ഈ അവസരത്തിൽ അതേക്കുറിച്ച് പറയാനുള്ളത്. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, അല്ലാഹുവിൽ ദൃഢമായ ഉറപ്പുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. എങ്കിൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും അല്ലാഹു നമുക്കുണ്ടാവൂല. നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ലതറവുന്നൽ ജഹീം,
കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾക്ക് ദൃഢമായ അറിവ് കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദുനിയാവിനോടുള്ള ഭ്രമം കാണിക്കുകയില്ല, ദുനിയാവിൻ്റെ കാര്യത്തിൽ അഹങ്കാരം കാണിക്കുകയില്ല. ലതറവുന്നൽ ജഹീം, നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും, നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. കണ്ണുകൊണ്ട്, യഥാർത്ഥ കണ്ണുകൊണ്ട് തന്നെ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, ഉറപ്പായിട്ടും ദൃഢമായിട്ടും നിങ്ങൾ ദൃഢമായ കണ്ണുകൊണ്ട് തന്നെ ആ നരകത്തെ കാണുക തന്നെ ചെയ്യും. ആദ്യം പറഞ്ഞു ഇൽമുൽ യഖീൻ അല്ലേ? ഇൽമുൽ യഖീൻ, അല്ലാഹുവിലുള്ള ഉറപ്പുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ഒരിക്കലും ദുനിയാവിനോടുള്ള ഭ്രമം കാണിക്കുകയില്ല. പിന്നെ തൊട്ടടുത്ത ആയത്തിൽ പറയാൻ ലതറവുന്നൽ ജഹീം, നിങ്ങൾ നിശ്ചയം നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, സുമ്മ അതെ ലതറവുന്നഹാ ഐനൽ യഖീൻ, ഉറപ്പുള്ള കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ നരകത്തെ കാണും. ഒരു സംശയിക്കേണ്ട വകയില്ല. ഏതെങ്കിലും ഒരു സാങ്കല്പിക ലോകമല്ല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന പരലോകമെന്നുള്ളത്, ഒരിക്കലും സാങ്കല്പികമല്ല. യഥാർത്ഥ കണ്ണുകൊണ്ട്, നഗ്ന നേത്രങ്ങളെ കൊണ്ട് തന്നെ നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, ദൃഢമായ കൺകാഴ്ചയായിക്കൊണ്ട് തന്നെ നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. ലതറവുന്ന എന്ന് പറഞ്ഞാൽ ഒന്ന് അതിൻ്റെ തഅ്കീദ് കൊടുത്തുകൊണ്ട്, ശക്തി കൊടുത്തുകൊണ്ട് പറഞ്ഞതാ. ലതറവുന്നൽ ജഹീം, ജഹീം എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ ഒരു പാർട്ടാണ് ജഹീം. നരകത്തിന് വ്യത്യസ്ത പേരുകളുണ്ട്, സ്വർഗത്തിന് വ്യത്യസ്ത തട്ടുകളുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ നരകത്തിന് വ്യത്യസ്ത പേരുകളും വ്യത്യസ്ത തട്ടുകളുമുണ്ട്. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ, നമ്മൾ പഠിച്ചതല്ലോ, നമ്മൾ പഠിച്ചു അല്ലേ? വൈലുൽ ലികുല്ലി ഹുമസ, ആ സൂറത്തിൽ ഹുതമ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു വിഭാഗം, ഒരു പാർട്ടാണ്. നാറുല്ലാഹിൽ മൂഖദ അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ, നീട്ടിയുണ്ടാക്കപ്പെട്ട തൂണുകളിലായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേകമായ ഒരു ഭാഗമാണ്, നരകത്തിന്റെ ഭാഗമാണ് ഹുതമ. ആ ഹുതമയുടെ തീനാളം നിങ്ങളെ പിടികൂടും, നരകവാസികളെ പിടികൂടും. അവരുടെ ഹൃദയം വരെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നതാണ്, ഹൃദയം വരെ പൊതിഞ്ഞു നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ബോധം നഷ്ടപ്പെടൂല, പക്ഷെ ശരീരമാസകലം കരിഞ്ഞ് കരിക്കട്ടയായി പോകും. പിന്നെ വീണ്ടും അവർക്ക് തൊലി വരുന്നതാണ്, വീണ്ടും അത് കരിഞ്ഞു തുടങ്ങുന്നതാണ്. അങ്ങനെ അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. നമുക്ക് ചിന്തിക്കാൻ വക നൽകുന്ന വിധത്തിലല്ലേ അള്ളാഹു അവൻ്റെ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ പടച്ചിട്ടുള്ളത്. നരകവും സ്വർഗവും നരകത്തിൻ്റെ തീനാളത്തിൻ്റെ തീഷ്ണതയും ഇതൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്നതാവണം. അള്ളാഹുവിന് എല്ലാം എളുപ്പമല്ലേ? ദുനിയാവിൽ നമുക്ക് വെളിച്ചമേകുന്നൊരു സൂര്യൻ്റെ രശ്മിയെപ്പോലെ നമുക്ക് നോക്കി നിൽക്കാൻ സാധ്യമല്ല. ഞാനും നിങ്ങളും സൂര്യനിലേക്ക് എത്ര സമയം ഇങ്ങനെ ദീർഘമായി നോക്കും? നട്ടുച്ച സമയത്തൊന്ന് നോക്കാൻ പോലും സാധിക്കോ? പിന്നെയാണോ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുന്നത്? അള്ളാഹു തആല കാക്കട്ടെ, റബ്ബ് തആല കാക്കുമാറാവട്ടെ. തീഷ്ണമായ നരകാഗ്നി ഇന്നും അതിൻ്റെയൊക്കെ ചിന്തയെ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ തന്നെയുള്ള എത്രയോ ദൃഷ്ടാന്തങ്ങൾ പ്രപഞ്ചത്തിലെ വലിയ പ്രകൃതി ദുരന്തങ്ങളായി നമ്മൾ കാണുന്നു. എത്രയോ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, കടൽ തിരമാലകളോട് മല്ലടിച്ച് നിൽക്കുന്ന വലിയ പാറക്കൂട്ടങ്ങളിൽ നിന്ന് നിർഗളിച്ചു വരുന്ന തീയുടെ നാളങ്ങൾ. അല്ലാഹ്, അവനെല്ലാം എളുപ്പമാണ്. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, സൂര്യന്റെ ഒരു കിരണത്തെ പോലും നോക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല. അത് മാത്രമാണോ? ആകാശ ലോകത്തേക്ക് നമ്മൾ നോക്കിയാൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഇങ്ങനെ കണ്ണ് ചിമ്മി തുറക്കുന്നു. ആകാശം നോക്കണം, നക്ഷത്രങ്ങളെ കാണണം, ചന്ദ്രനെ നോക്കണം എന്നുള്ളതാണ്. അത് സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്.
ഈ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ എന്തുണ്ട്? ഭൂമിയേക്കാൾ വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അവൻ്റെ ആ നാളെ പരലോകത്തുള്ള സ്വർഗവും നരകവും, സ്വർഗത്തിലെ അനുഭൂതികളും നരകത്തിലെ ശിക്ഷകളും എത്രമാത്രം ഗൗരവമുള്ളതായിരിക്കും, എത്രമാത്രം നമ്മുടെ ചിന്തയെ നമ്മുടെ വിശാലമായ ചിന്തക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനപ്പുറമായിരിക്കും നമ്മൾ മനസ്സിലാക്കണം. ثم لترونها عين اليقين ثم لترونها عين اليقين. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ദൃഢമായ കണ്ണുകൊണ്ട് തന്നെ നരകത്തെ കാണുന്നതാണ്, നരകത്തെ നേർ കാഴ്ചയിലൂടെ തന്നെ കാണുന്നതാണ്. ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم ثم لتسألن يومئذ عن النعيم. പിന്നീട് നിങ്ങൾ ആ ദിവസം നിങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ثم لتسألن يومئذ عن النعيم. അന്നത്തെ ദിവസം നിങ്ങൾക്ക് നൽകപ്പെട്ട സുഖാനുഭൂതികളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ സൂറത്തിൽ വളരെയേറെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ഈ ആയത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നാളെ നമുക്ക് ദുനിയാവിൽ വെച്ച് ലഭിച്ചിട്ടുള്ള ഓരോ നിഅമത്തുകളെ കുറിച്ചും നാളെ നമ്മൾ ചോദ്യത്തിന് വിധേയരാകുന്നതാണ്. ثم لتسألن يومئذ عن النعيم. ഏതനുഗ്രഹവും, ഒരു തണുത്ത പച്ചവെള്ളം കുടിക്കുന്നത് പോലും സത്യവിശ്വാസി റബ്ബിന്റെ വലിയ അനുഗ്രഹമായിട്ട് കാണണമെന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ നരകാഗ്നിയെ കാണുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു ലതറവുന്നഹാ ഐനൽ യഖീൻ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ദൃഢമായ കണ്ണുകൊണ്ട് തന്നെ കാണുകയാണ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അന്നേ ദിവസം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. ലതുസ്അലുന്ന, സുആൽ എന്ന് പറഞ്ഞാൽ ചോദ്യം അല്ലേ? സുആൽ. ലതുസ്അലുന്ന, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. യൗമഇദിൻ, അന്നേ ദിവസം, അനിൻ നഈം, സുഖാനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്. നബി തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. കുറച്ചകലെയുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഇരിക്കുന്നു. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ബൈനമാ അബൂബക്കർ വ ഉമർ ജാലിസാനി. അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഒരിക്കൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. ഇത് ജാഅഹുമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ അടുത്തേക്ക് ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. ഫഖാൽ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാ അജ്ലസകുമാ ഹുനാ, നിങ്ങൾ ഇരുവരും ഇവിടെ ഇരിക്കാനുള്ള കാരണം എന്താണ്? ഖാല, അവരിരുവരും പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, നബിയെ, അങ്ങയെ ഹക്കിന്റെ മാർഗത്തിൽ അയച്ചവൻ ആരാണോ ആ അല്ലാഹുവിനെ തന്നെ സത്യം. മാ അഖ്റജനാ മിൻ ബുയൂതിനാ ഇല്ലൽ ജൂഅ്, വിശപ്പ് കാരണമല്ലാതെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് വിശന്നതാണ് കാരണം, ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വന്നിരിക്കാൻ കാരണം. ആര് പറഞ്ഞു? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖാല, ആ സമയത്ത് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ ബഅസനീ ബിൽ ഹഖ്, എന്നെ ഏതൊരു സത്യത്തിന്റെ മാർഗത്തിലാണോ അല്ലാഹു അയച്ചിട്ടുള്ളത് ആ അല്ലാഹുവിനെ തന്നെ സത്യം. മാ അഖ്റജനീ ഗൈറുഹു, നിങ്ങൾക്ക് വിശപ്പാണ് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നിരുത്തിയതെങ്കിൽ അതുപോലെ എനിക്കും വിശപ്പാണ് കാരണം. ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങാൻ കാരണം വിശന്നത് തന്നെയാണ്. മഹാനായ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ മൂന്ന് പേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് എത്തി എന്നാണ്. ഒരു അൻസാരിയായ ഒരു സഹാബി. അൻസാരി ആരാ? മദീനക്കാരായ ആളുകൾ, മുഹാജിറുകളായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയ ആളുകളെ സഹായിച്ചവരാണ് അൻസാറുകൾ. അബുൽ ഹൈസം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് എത്തി.
അബുൽ ഹൈസം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കെത്തി. വീട്ടിലേക്കെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചൊല്ലി. വീട്ടിൽ നിന്നൊരു പ്രതികരണവുമില്ല. 3 തവണ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാതിൽക്കൽ നിന്ന് സലാം ചൊല്ലി എന്നാണ്. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് അകത്ത് നിന്നൊരു ശബ്ദം. അത് അബുൽ ഹൈസമിന്റെ ഭാര്യയാണ്. അബുൽ ഹൈസമിന്റെ ഭാര്യയാണ്. അബുൽ ഹൈസമിന്റെ ഭാര്യ പറഞ്ഞു, പുണ്യ നബിയേ, നിങ്ങളുടെ സലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മറുപടി പറയാതിരുന്നത് ഇനി കുറച്ചുകൂടി സലാം കിട്ടിയാലോ? അങ്ങ് സലാം ചൊല്ലുന്നത് ഇനിയും കൂടുതലാക്കിയാൽ അത് ഞങ്ങളുടെ വീടിന് ബർക്കത്തല്ലേ? അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നതെന്ന് അബുൽ ഹൈസം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു. മനസ്സിലായോ? പിന്നെന്താ, അബുൽ ഹൈസം വീട്ടിലുണ്ടായിരുന്നില്ല, ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൂടെ ഒരു കാരണം. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം ചൊല്ലല്ലേ. അല്ലാ, ഇത്ര വലിയൊരു സൗഭാഗ്യം വേറുണ്ടോ? അപ്പൊ കുറെ സലാം കിട്ടട്ടെ എന്ന് ഞാൻ കരുതിയതാണ്. എവിടെയാ നിങ്ങളുടെ അബുൽ ഹൈസം എന്ന് ചോദിക്കുന്നു. അബുൽ ഹൈസമിന്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവരാൻ പോയതാണ്. ഭർത്താവ് വെള്ളം കൊണ്ടുവരാനായി ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുള്ളതാണ്. കുറച്ച് കഴിഞ്ഞു, ഏതാനും സമയം അങ്ങ് വെയിറ്റ് ചെയ്തപ്പോ അതാ അബുൽ ഹൈസം വീട്ടിലേക്ക് വരുന്നു. വീട്ടിന്റെ അടുത്തുണ്ട് ആരുണ്ട്? ലോകത്തിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഇഷ്ടാനുചരന്മാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഈ 3 ആളുകളെക്കാൾ വലിയ അതിഥികളെ വേറെ എവിടെ നിന്ന് കിട്ടാൻ? സന്തോഷത്തോടുകൂടെ അള്ളാഹുവിൽ ഹംദ് അർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് കയറി വരികയാണ് അബുൽ ഹൈസം. ചുരുക്കി പറഞ്ഞാൽ അബുൽ ഹൈസം അവരെ സൽക്കരിച്ചു. ആരെയാണ് സൽക്കരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും. എന്താ, ആരും റളിയല്ലാഹു അൻഹു ചെല്ലുന്നില്ലേ? അവർ പോയ സ്വർഗത്തിൽ നമുക്ക് കിടക്കണ്ടേ? അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയവരാണ്. അവരോടുള്ള ആ ബഹുമാനവും ആദരവുമാണ് നമ്മൾ അവർക്ക് വേണ്ടി തെർദിയത്ത് റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലുന്നത്. അതിലൂടെ നമുക്കും അള്ളാഹു മഹത്വം തരികയാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അബുൽ ഹൈസമിന് വലിയ സന്തോഷമായി. അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു നല്ല ഈത്തപ്പഴം കൊടുത്ത് സൽക്കരിച്ചു. നല്ല പഴുത്ത നല്ല ഈത്തപ്പഴം കൊടുത്ത് സൽക്കരിച്ചു. ഹദീസിൽ കാണാം. അതോടൊപ്പം ആടിനെ അറുക്കാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ അറുക്കാൻ പോകുന്ന വീട്ടുകാരനായ അബുൽ ഹൈസമിനോട് പറയുന്നുണ്ട്, ഇയ്യാക വൽ ഹലൂബ്. ആടിനെ അറുത്തോളൂ, പക്ഷേ കറവുള്ള ആടിനെ അറുക്കരുത്. മനസ്സിലായോ? പാല് കറന്നിട്ട് കുട്ടിക്ക് പാല് കൊടുക്കുന്ന അങ്ങനെയുള്ള ആടിനെ അറുക്കരുതേ. ഇയ്യാക വൽ ഹലൂബ്. ഏതായാലും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമുണ്ടാക്കി ആടിനെ അറുത്ത് പാചകം ചെയ്തു കൊടുത്തു. പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തൻ്റെ ഇഷ്ട അനുചരന്മാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. സന്തോഷത്തോടുകൂടെ ഭക്ഷണം കഴിച്ചപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയുകയാ, ലതുസ്അലുന്ന അൻ ഹാദാ യൗമൽ ഖിയാമ, ലതുസ്അലുന്ന അൻ ഹാദാ യൗമൽ ഖിയാമ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര നല്ല ഭക്ഷണം ഇവിടെ കഴിച്ചു, ഇതേക്കുറിച്ച് നാളെ അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ടാകുന്നതാണ്. വിശന്നൊട്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയപ്പോ ഒരു അതിഥി പിന്നെ ഒരു സഹാബി, അൻസാരിയായ സഹാബി സൽക്കരിച്ചിട്ട് ഒരു ആട്ടുമാംസം കഴിച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, ഉമറേ സിദ്ദീഖേ റളിയല്ലാഹു അൻഹുമാ, ഈ നിഅമത്തിനെ കുറിച്ച് നാളെ നിങ്ങൾക്ക് ചോദ്യമുണ്ടാകുന്നതാണ്. അപ്പൊ നമ്മളൊക്കെ എത്രമാത്രം ചിന്തിക്കണം. ഭക്ഷണം വിളമ്പണീന് എന്തെങ്കിലും ഒരു അതിർത്തി ഉണ്ടോ? കഴിച്ച് വേസ്റ്റാക്കുന്നത് എത്രയാണ്? ലതുസ്അലുന്ന അൻ ഹാദാ യൗമൽ ഖിയാമ. ഈ സൂറത്തിന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാനമായി മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ചരിത്ര സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അബൂബക്കറെ ഉമറെ, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ച് നാളെ അള്ളാഹുവിന്റെ ചോദ്യമുണ്ടാകുന്നതാണ്. أخرجكم من بيوتكم الجوع فلم ترجعوا حتى أصبتم هذا فهذا من النعيم.
നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങാൻ കാരണം വിശപ്പല്ലേ? എന്നെയും വീട്ടിൽ നിന്നിറക്കിയത് വിശപ്പാണ്. പക്ഷേ അള്ളാഹു നമ്മുടെ വിളി കേട്ടില്ലേ? റബ്ബ് തആല നമ്മളെ വിശപ്പോടുകൂടെ നമ്മളെ തിരിച്ചയക്കുന്നില്ല. നമ്മൾ എത്ര സുഭിക്ഷമായി ഇവിടെ ഭക്ഷണം കഴിച്ചു. ഫഹാദാ മിനൻ നഈം. അതുകൊണ്ട് ഇത് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. നാളെ റബ്ബിന്റെ ചോദ്യം നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ഇതിലൂടെ വരാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തന്ന നിഅമത്തുകളെ അവൻ തന്ന നിഅമത്തായി മനസ്സിലാക്കാൻ സാധിക്കണമെന്നുള്ളതാണ് ഈ ആയത്തിന്റെ പൊരുളായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. മഹാന്മാർ ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പ്രധാനമായിട്ടും റബ്ബിന്റെ നിഅമത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നിർഭയത്വം നൽകി, ആരോഗ്യം തന്നു, വയറു നിറയെ ഭക്ഷണം കഴിക്കാനുള്ള ശക്തി നൽകി, വെള്ളം കുടിക്കാനുള്ള വെള്ളം നൽകി, താമസിക്കാനുള്ള നല്ല താമസ സ്ഥലങ്ങൾ നൽകി, നല്ല രൂപത്തിൽ നിങ്ങൾക്ക് ഉറങ്ങാനുള്ള എല്ലാവിധ സൗകര്യവും നൽകി. ഇതൊക്കെ അല്ലാഹു തന്നിട്ടുള്ളതാണ്. ആ റബ്ബിന്റെ നിഅമത്താണെന്ന് മനസ്സിലാക്കി അതിന് ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ റബ്ബ് തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളിലും നാളെ അല്ലാഹുവിന്റെ ചോദ്യമുണ്ടാകും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിശ്ചയമായും എല്ലാ കേൾവിയും എല്ലാ കാഴ്ചയും ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, ഓരോ മനുഷ്യന്റെയും കാഴ്ചശക്തിയെ സംബന്ധിച്ച്, അവന്റെ കേൾവിയെ സംബന്ധിച്ച്, അവന്റെ ഹൃദയത്തെ സംബന്ധിച്ച് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, എല്ലാ കാര്യങ്ങളിലും നാളെ അവൻ ചോദ്യം ചെയ്യപ്പെടുന്നവനായി തീരുന്നതാണ്. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. പടച്ചോൻ തന്നതൊക്കെ അവന്റെ നിഅമത്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോഴാണ് അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന, അവന് നന്ദിയുള്ള, അള്ളാഹു അടിമയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താ? നന്ദിയുള്ള അടിമയാവണമെന്നാണ് അല്ലേ? അതുകൊണ്ടാണ് ഖലീലും മിൻ ഇബാദിയ ശകൂർ, എൻ്റെ അടിമകളിൽ നന്ദി കാണിക്കുന്നവർ വളരെ കുറവാണെന്ന് പറഞ്ഞത്. പടച്ചോന്റെ നിഅമത്തൊക്കെ അങ്ങനെ ആസ്വദിച്ച് ജീവിക്കും, പക്ഷേ അതിന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാണ്. ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങൾ, ആ രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ജനങ്ങളിൽ അധിക പേരും വഞ്ചിതരാണ്. ഒന്ന് അസ്സിഹത്തു, ഒന്നവന്റെ ആരോഗ്യ സമയമാണ്, വൽ ഫറാഗ്, മറ്റൊന്നവന്റെ ഒഴിവ് സമയമാണ്. ഈ രണ്ട് അനുഗ്രഹങ്ങളെയും അള്ളാഹു തന്നിട്ടുള്ളതാണ് എന്നുള്ള ബോധത്തോടുകൂടെ പ്രവർത്തിക്കുകയില്ല. ഇന്നഹും മുഖസ്സിറൂന, അവർ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിൽ, ഫീ ശുക്രിഹിം ലില്ലാഹി തആല, അള്ളാഹു തന്നിട്ടുള്ള നിഅമത്തിന്റെ കാര്യത്തിൽ നന്ദി കാണിക്കുന്നവരിൽ അവരെന്താ? മുഖസ്സിറൂന, വീഴ്ച കാണിക്കുന്നവരാണ്, വീഴ്ച കാണിക്കുന്നവരാണ്. മഹാനായ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഏതൊരു മനുഷ്യനും ചിന്തിക്കേണ്ടത് അവന്റെ ചുറ്റുവട്ടങ്ങളിലുള്ള ജീവിക്കുന്ന ആളുകളുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടല്ല, ചുറ്റും നിന്റെ ചുറ്റും കാണുന്നവരിൽ നീ നോക്കിയിട്ട് ഒരിക്കലും വഞ്ചിതനാവരുത്. നിന്റെ ചുറ്റുവട്ടത്തും നല്ല സൗകര്യത്തിലും വലിയ ആഡംബരത്തിലുമൊക്കെ ജീവിക്കുന്നവരെ കാണാം. നീ മനസ്സിലാക്കേണ്ടത്, നീ മരിക്കുന്നത് ഒറ്റക്കാണ്, നീ പുനർജനിക്കുന്നത് ഒറ്റക്കാണ്, നാളെ നീ വിചാരണക്ക് വിധേയനാവുന്നതും ഒറ്റക്കാണ്. മഹാനായ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെന്തിനാ ഈ ആൾക്കാരിലേക്ക് നോക്കണത്? വേറെ ആൾ എന്ത് ചെയ്യുന്നു എന്തിനാ നീ നോക്കിയിട്ട് വിഷമിക്കണത്? മരിക്കുമ്പോൾ നീ ഒറ്റക്കല്ലേ, ഖബറിൽ നീ ഒറ്റക്കല്ലേ, നാളെ റബ്ബിന്റെ അടുത്തേക്ക് നീ പോകുന്നതും നീ ഒറ്റക്കാണ്. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി അവന് അള്ളാഹു തന്നിട്ടുള്ള നിഅമത്തുകളെ കുറിച്ച് നാളെ റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്നുള്ള ബോധത്തോടുകൂടെ ആര് നിലകൊള്ളുന്നുവോ അവനാണ് യഥാർത്ഥ ശാക്കിറായ അടിമ, റബ്ബിന് നന്ദി കാണിക്കുന്ന അടിമ. മഹാന്മാരെ പഠിപ്പിക്കുകയാണ്, ശുക്ർ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉഖൂഫുൽ ഖൽബി അലാ മഹബ്ബത്തിൽ മുൻഇമി والجوارح على طاعته وجريان اللسان بذكره والثناء عليه. അല്ലാഹുക്ക് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ഈസാ റഹിമഹുല്ലാ അവിടുത്തെ ഹഖായിഖുൻ തസവുഫ് എന്ന ഗ്രന്ഥത്തിൽ
അതേക്കുറിച്ച് വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ശുക്ർ പറയുന്ന, ശുക്ർ ചെയ്യുന്ന മുഅ്മിൻ അവൻ്റെ കൽബ് എപ്പോഴും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ ലയിച്ചിരിക്കും. അലാ മഹബ്ബത്തിൽ മുൻഇം, നിഅമത്ത് ചെയ്തു തന്ന ആളാരാ? അള്ളാഹുവാൻ. ആ അള്ളാഹിനോടുള്ള ഇഷ്ടമായിരിക്കും അവൻ്റെ കൽബിൽ നിറയെ. വൽ ജവാരിഹി അലാ ത്വാഅതിഹി, അവൻ്റെ അവയവങ്ങൾ എപ്പോഴും ഇബാദത്തിലായിരിക്കും. വൽ ജവാരിഹി അലാ ത്വാഅതിഹി വജറിയാനിൽ ലിസാനി ബിദിക്രിഹി. അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന ആള് ഓൻ വലത് കൈയായിട്ടേ ഭക്ഷണം കഴിക്കൊള്ളൂ. ഓൻ പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാലം എടുത്തു വെക്കൊള്ളൂ. അവൻ്റെ അവയവങ്ങളിലൊക്കെ അള്ളാഹിനോടുള്ള ആ സ്നേഹം ഉണ്ടാകും. അള്ളാഹു താല നിലനിർത്തി തരട്ടെ. ഞാനത് ഇവിടെ വെച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിരന്തരം നമുക്ക് ആ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന മഹാനാണ് ശൈഖുന ഉസ്താദ് അവറുകൾ. അള്ളാഹിനോടുള്ള സ്നേഹം എപ്പോഴും പറയും, നിങ്ങൾ ഷാക്കിറാവണം. ഷാക്കിറാവണം എന്ന് പറയും. എന്താ ഷാക്കിറാവണം എന്ന് പറഞ്ഞാൽ നന്ദിയുള്ള ആളാവണം. ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ, അത് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. പള്ളി കയറിയപ്പോൾ മറ്റുള്ളവർ കേൾക്കണ രൂപത്തിൽ ചൊല്ലിയിട്ടേ, ദിക്റ് ചൊല്ലിയിട്ടേ കിടക്കുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉഖൂഫുൽ ഖൽബി അലാ മഹബ്ബത്തിൽ മുൻഇം, നിഅമത്ത് ചെയ്തു തരുന്ന അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലായി കൽബ് എഴുത്തിക്കാഫിരിക്കണം. എഴുത്തിക്കാഫിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഭജനം ഇരിക്കുക അല്ലേ? എപ്പോഴും കൽബിൽ എന്താ? അള്ളാഹിനോടുള്ള സ്നേഹം. വൽ ജവാരിഹി അലാ ത്വാഅതിഹി, അവൻ്റെ അവയവങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഇബാദത്തിലായിരിക്കും, റബ്ബിനെ അനുസരിക്കുന്ന മാർഗത്തിലായിരിക്കും. വജറിയാനിൽ ലിസാനി ബിദിക്രിഹി, നാവിൽ എപ്പോഴും ദിക്റുണ്ടാകും. മുഅ്മിനായ മനുഷ്യൻ അവൻ നന്ദിയുള്ള ആളാവണമെങ്കിൽ അവൻ്റെ നാവിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ ദിക്റുണ്ടാകും. അള്ളാഹു തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, ശാക്കിരീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ഈസാ തങ്ങൾ പറയുന്നു, നിഅമത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗമാണ്. നിഅമത്ത് ഒന്ന് ദുനിയവിയായ നിഅമത്ത്, അഥവാ അവൻ്റെ ആരോഗ്യം, അവൻ്റെ മുതൽ, ഇത് ദുനിയവിയാണ്. അവൻ്റെ ശാരീരികമായ ആരോഗ്യം, അല്ലാഹു തആല ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ. സാമ്പത്തികം. രണ്ടാമത്തേത് ദീനിയായ നിഅമത്ത്, അത് അമലാണ്, അവൻ്റെ ഇൽമാണ്. അതുപോലെ തഖ്വയും അള്ളാഹുവിൻ്റെ മഅരിഫത്തുമാണ്. നാളെ ആഖിറത്തിൽ ലഭിക്കേണ്ട നിഅമത്ത് എന്താണ്? കസ്സവാബി അലൽ അമലി സാലിഹിൽ ഖലീൽ ബില്ലതാഇൽ ജസീൽ. ദുനിയാവെന്ന് ചെറിയ അമൽ ചെയ്താലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ പ്രതിഫലം നാളെ അള്ളാഹു തരുമെന്നാണ്. അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. സംഭവം ചെറുതേ നമ്മൾ ചെയ്യുന്നുണ്ടാവുള്ളൂ, പക്ഷെ അത് കൽബിൽ നിയ്യത്ത് നന്നാക്കിയാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. നിങ്ങളൊരു കാരക്ക ചീളുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിഅമത്ത് എന്ന് പറഞ്ഞാൽ ദുനിയവിയായ നിഅമത്ത്, മറ്റൊന്ന് ദീനിയായ നിഅമത്ത്, മറ്റൊന്ന് ഉഖ്റവിയായ നിഅമത്ത്. ദുനിയവിയായ നിഅമത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ആരോഗ്യവും ആഫിയത്തും സമ്പത്തും. ദീനിയായ നിഅമത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ അമലും ഇൽമും തഖ്വയും മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ മനസ്സിലാക്കലും. ഉഖ്റവിയായതോ നാളെ പടച്ചോൻ പ്രതിഫലം തരുമെന്നുള്ള ഉത്തമമായ വിശ്വാസം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാഹിൻ്റെ അടുത്ത് നിന്നുള്ള കൂലി കിട്ടണമെന്നുള്ള ദൃഢമായ വിശ്വാസം നമുക്കുണ്ടാവണം. ദൃഢമായ വിശ്വാസം, അപ്പോഴാണ് അമലിൻ്റെ കാര്യത്തിൽ നമ്മൾ സംതൃപ്തി ഉണ്ടാവുക. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, എന്ത് നിഅമത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുവോ അത് അള്ളാഹുവിൽ നിന്നാണെന്നുള്ള ഉറപ്പും ദൃഢതയും നിങ്ങൾക്കുണ്ടാവണം. പിന്നെയോ വിശ്വാസിയായ മനുഷ്യൻ എപ്പോഴും അള്ളാഹുവിൻ്റെ നിഅമത്തിനെ മനസ്സിലാക്കിയിട്ട് ഇത് റബ്ബ് തന്നതാണ് എന്നുള്ള ഉത്തമമായ ബോധത്തോടുകൂടെ അവൻ പറയും, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബിന്റെ നിഅമത്തിനെ നിങ്ങൾ എടുത്തു പറയുക എന്ന് ഖുർആൻ അല്ലേ? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അഥവാ സത്യവിശ്വാസി ഈമാനുള്ളവൻ എപ്പോഴും പടച്ചോൻ തന്നതാണ്, ഇത് റബ്ബിൻ്റെ അനുഗ്രഹമാണ് എന്നുള്ള ചിന്തയിലായിരിക്കും ഉണ്ടാവുക. സാമ്പത്തികമായി അഭിവൃദ്ധിയിലേക്കൊക്കെ വരുമ്പോൾ ഇത് അള്ളാഹു തന്നിട്ടുള്ളതാണ്. ശരീരത്തിന് ആരോഗ്യമുണ്ട്, ആഫിയത്തുണ്ട്, കണ്ണിന് കാഴ്ചശക്തിയുണ്ട്, എപ്പോഴും അള്ളാഹു തന്നിട്ടുള്ള നിഅമത്താണ് എന്നുള്ള ബോധം സത്യവിശ്വാസിക്കുണ്ടാവണം. ചിലരുണ്ടാകും സാമ്പത്തികമായൊക്കെ വലിയ നേട്ടമൊക്കെ നേടുമ്പോൾ ഇനി എനിക്ക് പടച്ചോൻ വിചാരിച്ചാലും എന്നെ തളർത്താൻ സാധിക്കൂല, അങ്ങനെയുള്ള കിബിറന്മാരുണ്ട്. അള്ളാഹു തആല കാക്കട്ടെ.
അള്ളാഹു താല കാക്കട്ടെ. അല്ലെ, പടച്ചോൻ വിചാരിച്ചാലും സാധിക്കൂല എന്നൊക്കെ ധിക്കാരത്തോടുകൂടെ പറയുന്നവരില്ലേ, എങ്കിൽ അള്ളാഹു അവരെ പിടികൂടുക തന്നെ ചെയ്യും. അവന് അള്ളാഹു കൊടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളിലും നാളെ റബ്ബിന്റെ മുന്നിൽ അവൻ ചോദ്യത്തിന് വിധേയരാവേണ്ടി വരുമല്ലോ എന്നുള്ള ബോധം ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർക്കുമാറാവട്ടെ. ഇനി പടച്ചോനോട് ശുക്ർ ചെയ്യുന്നതിൻ്റെ ഗുണഗണങ്ങൾ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ഈസാ തങ്ങൾ പറയുകയാണ്, ഒരാൾ ശുക്ർ ചെയ്യുന്നത് 3 തരത്തിലായിരിക്കും. ഒന്ന്, സാധാരണക്കാരായ ആളുകൾ നിഅമത്ത് കിട്ടുമ്പോൾ മാത്രമേ ശുക്ർ ചെയ്യുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? പടച്ചോനെ ശ്രദ്ധിക്കുന്നില്ലേ? അൽ അവാമു യസ്കുറൂന അല്ലാഹ അലൻ നിഅമി ഫഖത്ത്. സാധാരണക്കാരെന്താ, നിഅമത്ത് കിട്ടുമ്പോൾ അൽഹംദുലില്ലാ, എന്തെങ്കിലുമൊക്കെ കിട്ടണം, ഗുണം കിട്ടണം, അപ്പോഴേ പറയുള്ളൂ അൽഹംദുലില്ലാ. അല്ലാത്ത സമയത്ത് പടച്ചോനെ ഓർക്കൂല. അൽ ഖവാസ്, രണ്ടാമത്തെ വിഭാഗം ആരാണ്? യസ്കുറൂന അല്ലാഹ അലൻ നിഅമി വൻ നിഖമി. നിഅമത്ത് ലഭിക്കുമ്പോഴും അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്, പ്രയാസം വരുമ്പോഴും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്ന് ഒരു കയ്യിന് എന്തോ തകരാറ് പറ്റി, അപ്പം വിശ്വാസിയായ യഥാർത്ഥ മുഅ്മിനായ ആളെന്താ ചിന്തിക്കുക? എനിക്ക് 2 കൈയും പറ്റിയിട്ടില്ലല്ലോ, എൻ്റെ 2 കാലിനും പ്രശ്നമില്ലല്ലോ, എൻ്റെ കാഴ്ചശക്തിക്ക് പ്രയാസമില്ലല്ലോ എന്ന് ചിന്തിച്ച് അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്കാണ് സ്തുതി എന്ന് പറയുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. സാധാരണക്കാരായ ആളുകളോ അവരെന്താ, നിഅമത്ത് കിട്ടുമ്പോൾ മാത്രമേ ശുക്ർ ഉണ്ടാവുള്ളൂ, നിഅമത്ത് ലഭിക്കുമ്പോൾ മാത്രം ശുക്ർ. എന്നാൽ ഖാസായ ചില ആളുകളോ യസ്കുറൂനല്ലാഹ അലൻ നിഅമി വൻ നിഖം. എന്നാലോ അതിനേക്കാളും പ്രത്യേകമായുള്ള ചില വിഭാഗമുണ്ട്. വശുക്രു ഖവാസിൽ ഖവാസ് ഗൈബതുഹും ഫിൽ മുൻഇം അൻ റുയത്തിൻ നിഅമി വൻ നിഖമി. അവര് അള്ളാനെ മാത്രമേ ചിന്തിക്കുള്ളൂ. അവർക്ക് നിഅമത്ത് കിട്ടിയെന്നും ആലോചിക്കൂല, നിഅമത്ത് കിട്ടിയിട്ടില്ല എന്നും ആലോചിക്കൂല. അശ്ശുക്രു റുയത്തുൽ മുൻഇം, നിഅമത്ത് ചെയ്തു തരുന്ന ആളെക്കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കുള്ളൂ. നിഅമത്ത് എന്താണെന്ന് അവർ മനസ്സിലാക്കൂല, അത് ആസ്വദിക്കാൻ നിൽക്കൂല. ലാ റുയത്തുൻ നിഅമ, നിഅമത്തിനെ കുറിച്ച് അവർ ചിന്തിക്കൂല. എനിക്ക് വലിയ സുഖമാണ്, അതെങ്ങനെ പ്രതീക്ഷിച്ച് ജീവിക്കുക. അല്ലേ, നമ്മളൊക്കെ ചിന്തിക്കണം. നമ്മളൊക്കെ എന്താ ആലോചിക്കുക? നമുക്ക് എത്ര സൗകര്യം കിട്ടണം, എത്ര സൗകര്യത്തിൽ ജീവിക്കണം, എങ്ങനെ ആശ്വാസത്തിലാവണം, അങ്ങനെ ചിന്തിക്കുക. എന്നാൽ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ അവർ നിഅമത്തിനെ കുറിച്ച് ആലോചിക്കൂല. എന്തേ? ഈ നിഅമത്ത് ചെയ്തു തന്ന ആളെക്കുറിച്ച് അവർ ചിന്തിക്കുള്ളൂ. അപ്പോഴാണ് ദുനിയാവിനെ അവർ മാറ്റി നിർത്തുന്നത്. ദുനിയാവിൽ ആഡംബരമൊന്നും വേണ്ട, അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കുന്നത്. അതവരുടെ വേഷവിധാനങ്ങളിൽ കാണാം, അതവരുടെ പെരുമാറ്റങ്ങളിൽ കാണാം. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മാതൃകയില്ലേ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതുകൊണ്ട് ശുക്ർ 3 വിധമാണ്. സാധാരണക്കാരായ ആളുകൾ എന്താ, നിഅമത്ത് കിട്ടുമ്പോൾ മാത്രം. എന്നാൽ ചില ആളുകൾ റബ്ബിനെ പേടിക്കുന്ന ആളുകൾ, അവർ നിഅമത്ത് കിട്ടുമ്പോഴും പടച്ചോനെ ഓർക്കും, നിഅമത്ത് ലഭിക്കാതിരിക്കുമ്പോഴും പടച്ചോനെ ഓർക്കും. എന്നാൽ അതിനും പ്രത്യേകത ഉള്ള ആളുകൾ, ഞങ്ങൾക്ക് നിഅമത്താ കിട്ടിയത്, അല്ല നിഅമത്തല്ലേ എന്ന് പോലും ചിന്തിക്കൂല. അവർ ചിന്തിക്കുക ആരെയാ? റബ്ബിനെ മാത്രമാണ് അവർ ആലോചിക്കുക, അല്ലാഹുവിനെ കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുക. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ ശാകിറൻ ലിഅൻഉമിഹി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നു, ഇന്ന ഇബ്രാഹിം, നിശ്ചയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാന ഉമ്മ. ഇബ്രാഹിം നബി ആരായിരുന്നു? കാന ഉമ്മ, ഒരു സമുദായമായിരുന്നു. ഇബ്രാഹിം നബിയെ കുറിച്ച് ഒരാളെ കുറിച്ച് അങ്ങനെ പറയാം, അയാളൊരു പ്രസ്ഥാനാണെന്ന് പറയല്ലോ. അയാളൊരു പ്രസ്ഥാനാണെന്ന് പറയും, ഒറ്റ ആളേ ഉള്ളൂ, എന്നാലും പറയുന്നത് അയാളൊരു പ്രസ്ഥാനമാണ്. എന്താ കാരണം? അത്ര വലിയ വ്യക്തിത്വമായി ജീവിതത്തെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച ആളായിരിക്കും. അതുപോലെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ലക്ഷോപലക്ഷം ആളുകൾ
മക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ കഅബയെ തവാഫ് ചെയ്യാൻ അറഫയിലും മിനായിലും മുസ്ദലിഫയിലും ഒക്കെ ഒരുമിച്ച് കൂടാൻ ആരുടെ സ്മരണയാണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة واجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഭാര്യയെയും സന്തതി ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും വിജനമായ സ്ഥലത്ത് കഅബാലയത്തിന്റെ അടുത്ത് ഒഴിവാക്കി പോയിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, നിസ്കാരം നിലനിർത്തുന്നവരാവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കുടുംബത്തെ ഈ വിജനമായ സ്ഥലത്ത് ഒഴിവാക്കുന്നത്. ജനഹൃദയങ്ങളെ മുഴുവൻ അവരിലേക്ക് ചായ്വുള്ള രൂപത്തിലാക്കണമേ അല്ലാ. അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കണമേ അല്ലാ. ഇബ്രാഹിം നബി 5000 വർഷം മുന്നേ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ പൊരുൾ ഇന്നും വളരെ വലിയ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ ഒരു വിധത്തിലും സംശയത്തിന് ഇടം നൽകാത്ത വിധത്തിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യാഥാർത്ഥ്യമായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നു. ഒരു പ്രയാസവും കൂടാതെ ഹജ്ജ് അവർ നിർവഹിക്കുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ഉയർത്തിപ്പിടിച്ച വലിയ ത്യാഗത്തിന്റെ ചരിത്രമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ സഫാ മർവക്കിടയിലൂടെ ഓടി. എന്തിനു വേണ്ടി? ഇസ്മായിൽ നബിക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. ഇസ്മായിൽ നബി ആ സമയത്ത് ആരാ? എട്ടും പൊട്ടും തിരിയാത്ത ഇളം പൈതലാണ്. ആ പൈതലിനെ കിടത്തിയിടത്ത് തന്നെ കിടത്തിയിട്ടാണ് പോകുന്നത്. സത്യത്തിൽ എന്താ ചെയ്യുക? ഉമ്മമാര് മുലപ്പാൽ കൊടുക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞിനെ മാറോട് അണച്ച് പിടിച്ച് ചേർത്ത് പിടിച്ച് അവരെ തോളിലിട്ടുകൊണ്ടല്ലേ ഓടേണ്ടത്? ചിന്തിച്ചിട്ടുണ്ടോ? എന്നാലോ ഹാജർ ബീബി റളിയല്ലാഹു അൻഹ കഅബാലയത്തിൽ നിന്ന് കുറച്ച് അകലെയുള്ള സഫാ മർവക്കിടയിലൂടെ ഓടാൻ. ആ സമയത്തും ഇസ്മായിൽ നബി എവിടെയാണ്? ഈ ഇളം പൈതൽ എവിടെയാണ്? ഈ കഅബയുടെ അടുത്താണ്, വിജനമായ സ്ഥലത്താണ്, ആരാരും ഇല്ലാത്ത സ്ഥലത്താണ്. ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് മഹാന്മാർ പറയുന്നത് എന്താ? ഹാജർ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഉറപ്പാൻ ഈ കുഞ്ഞിനെ അവിടെ കിടത്തിയത് ആരാ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. തൻ്റെ ഭർത്താവ് ചില്ലറക്കാരനല്ല. അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് റബ്ബിൽ അർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ത്യാഗമായി കണ്ട മഹാനാണ് ആര്? തൻ്റെ ഭർത്താവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. അതുകൊണ്ട് ആ ഇബ്രാഹിം എന്നവർ കിടത്തിയതാണ്, അവിടെ നിന്ന് ഞാൻ എടുക്കേണ്ടതില്ല എന്ന ഉറപ്പോടുകൂടെ. അത് അദബുകേടാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹാജർ റളിയല്ലാഹു അൻഹ കുഞ്ഞിനെ കയ്യിലെടുക്കാതിരുന്നത് എന്ന് പോലും ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ ഖാനിതൻ ലില്ലാഹി ഹനീഫ. അല്ലാഹുവിലേക്ക് അങ്ങ് ദൃഢമായ ഉറപ്പുള്ള വിശ്വാസത്തിലായി നിലകൊണ്ട മഹാനാണ്. ഹനീഫൻ, ചൊവ്വായി നേരായ ഋജുവായ പാതയിൽ നിലകൊണ്ട വ്യക്തിയാണ്. വലം യകു മിനൽ മുശ്രിക്കീൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളായിരുന്നില്ല. ശാകിറൻ ലി അൻഉമിഹി. അള്ളാഹു കൊടുത്തിട്ടുള്ള നിഅമത്തുകളുടെ കാര്യത്തിൽ ഏറ്റവും നന്ദിയുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് ഇസ്മായിൽ നബി അറുക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അതിനും സന്നദ്ധനായത് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥനാ നിർഭരമായി മാസങ്ങളും വർഷങ്ങളും തള്ളി നീക്കിയതിന് ശേഷം അള്ളാഹു കൊടുത്തിട്ടുള്ള ആ സൗഭാഗ്യത്തെ റബ്ബിന്റെ മാർഗത്തിൽ അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനങ്ങ് സന്നദ്ധനാവുകയാണ്. മിനായുടെ താഴ്വാരത്തേക്ക് തൻ്റെ കുഞ്ഞിനെയും പിടിച്ചിട്ട് പോകുന്ന ആ അനിർവചനീയമായ അത്ഭുതത്തിന്റെ ചരിത്രം വിശ്വാസികളെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല. ആ ചരിത്രത്തിന്റെ ആവർത്തനത്തിന്റെ വിളംബരമാണ് പരിശുദ്ധ ഹജ്ജിലൂടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മിനായിലെ 3 സ്തൂപങ്ങളിൽ കല്ലെറിയൽ വാജിബാണ്, അല്ലേ? ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ. ഈ 3 സ്തൂപങ്ങളിലും കല്ലെറിയൽ വാജിബാണ്. എന്തുകൊണ്ടാണ് അത് വാജിബാക്കിയത്? മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹുവിന് ശാകിറൻ ലി അൻഉമിഹി. അള്ളാഹു കൊടുത്ത നിഅമത്തിന് നന്ദിയുള്ള ആളാവണം ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ നന്ദി പ്രകടിപ്പിക്കാനായി തൻ്റെ മകനെയും പിടിച്ച് കൊണ്ടുപോകുമ്പോ പിശാച് ശല്യപ്പെടുത്തിയ 3 സ്ഥലങ്ങളാണിത്. 3 സ്ഥലങ്ങൾ, ജംറത്തുൽ അഖബ, ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത. ഈ 3 സ്തൂപങ്ങളുടെ അടുത്തും ജംറകളുടെ അടുത്തും വന്നുകൊണ്ട് പിശാച് ശല്യപ്പെടുത്തി ആരെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മകനെ അറുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. അവിടെയാണ് ധർമ്മബോധത്തിന്റെ ഏറ്റവും വലിയ ശക്തമായ സന്ദേശം നൽകിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിശാചിനെ ആട്ടിയോടിച്ചത്.
പിശാചിനെ ആട്ടിയോടിച്ചത് ആ പിശാചിനോടുള്ള ധർമ്മസമരത്തിന്റെ പ്രതീകമായിട്ടാണ് ജംറകളിൽ എറിയൽ ഹജ്ജിന്റെ കർമ്മങ്ങളാക്കപ്പെട്ടത്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖുർആൻ പറഞ്ഞു, ശാകിറൻ ലി അൻഉമിഹി, അല്ലാഹു കൊടുത്തിട്ടുള്ള നിഅമത്തുകളിൽ നന്ദിയുള്ള ആളായിരുന്നു. അല്ലാഹു തആല നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് നബി അലൈഹിസ്സലാം ഏറ്റവും നന്ദിയുള്ള ആളായിരുന്നു. അല്ലാഹു തആല ശാകിരീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. يا معاذ لا تدعن في دبر كل صلاة تقول اللهم أعني على ذكرك وشكرك وحسن عبادتك. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആ ഒരിക്കലും നിസ്കാര ശേഷം ഒഴിവാക്കരുത് എന്ന് പഠിപ്പിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ദുആ ഒരു നിസ്കാരത്തിന്റെ പിറകെയും ആ ദുആ ഒഴിവാക്കരുത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആ ഏതാ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. യാ മുആദേ, നിങ്ങൾ ഒരിക്കലും ഈ ദുആ നിസ്കാരത്തിന്റെ പിറകെ നിങ്ങൾ ഒഴിവാക്കരുത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹുവേ നിന്റെ ദിക്റിൽ നിന്നെ ഓർക്കുന്നതിൽ, നിനക്ക് ദിക്ർ ചൊല്ലുന്നതിൽ എനിക്ക് നീ സഹായം നൽകണേ അല്ലാ. വശുക്രിക, നിനക്ക് നന്ദി കാണിക്കുന്നതിലും, വഹുസ്നി ഇബാദതിക, നിനക്ക് നല്ല രൂപത്തിൽ ഇബാദത്ത് എടുക്കുന്നതിലും നിന്റെ സഹായം എനിക്ക് നൽകണമേ. ഈ ദുആ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുക്ക് ദിക്ർ ചൊല്ലുക, പടച്ചോന് ശുക്ർ ചെയ്യുക, അതുപോലെ നല്ല ഇബാദത്ത് എടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബിന് ശുക്ർ ചെയ്യുന്നതിൻ്റെ മറ്റൊരു ലക്ഷണമാണ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലേ? ഇതിൻ്റെ ഒക്കെ മാതൃക എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. നേരായ നമ്മുടെ നഗ്ന നേത്രങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹുവേ നിനക്ക് നിന്റെ നിഅമത്തിന് നന്ദി കാണിക്കുന്ന യഥാർത്ഥ അടിമകളിൽ ഞങ്ങളെല്ലാവരെയും ചേർക്കണേ തമ്പുരാനെ. അത്താഇമു ശാകിറു ബിമൻസിലത്തി സ്സാഇമി സ്സാബിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അത്താഇമു ശാകിർ, നന്ദി കാണിക്കുന്ന, ഭക്ഷണം കഴിപ്പിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ, ബിമൻസിലത്തി സ്സാഇമി സ്സാബിർ, ക്ഷമിക്കുകയും നോമ്പ് നോൽക്കുകയും ചെയ്യുന്ന ആളുടെ സ്ഥാനത്താണ്. ക്ഷമയോടുകൂടെ നോമ്പ് നോൽക്കുന്നവനെ പോലെ തന്നെയാണ് അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ. ഭക്ഷണം കഴിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാളെ സ്വർഗം കിട്ടാൻ പുണ്യനബി പറഞ്ഞല്ലോ, അഫ്ശുസ്സലാം വഅത്ഇമുത് തആം വസിലുൽ അർഹാം വസല്ലു വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, നിങ്ങൾ ഭക്ഷണം കഴിപ്പിക്കുക, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുക, ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ നിസ്കരിക്കുകയും ചെയ്യുക. എങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, ഏറ്റവും സമാധാനത്തോടുകൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിഅമത്തുകളെ മനസ്സിലാക്കി അവന് നന്ദി കാണിച്ച് ഇബാദത്തെടുക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് അവർകൾ പലപ്പോഴായി നമ്മളൊക്കെ ഉപദേശിക്കുന്നതിൻ്റെ ഒരു പിറകെ എപ്പോഴും പറയും, എന്ത്? ഷാക്കിറാവണം, ഷാക്കിരീങ്ങളിൽ ഉൾപ്പെടണം, നന്ദിയുള്ളവരാവണം. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഭക്ഷണം കഴിച്ചിട്ട് ദ്വാരക്കും, അല്ലേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ പഠിപ്പിക്കും. അപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ പറയും ഷാക്കിറാവണം. എന്താ അതിൻ്റെ അർത്ഥം? ഷാക്കിർ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ള ആളാവുക, അള്ളാഹുവിന് നന്ദി കാണിക്കുക, പടച്ചോനെ നീ തന്നതാണ് എന്നുള്ള ഉത്തമമായ ബോധത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കുക. അവിടെയാണ് നമ്മുടെ എല്ലാ വിജയവും നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ, അള്ളാഹു നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ, അല്ലേ? അള്ളാഹുവെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ, നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ഈ സൂറത്ത്
വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നതും ബോധ്യപ്പെടുത്തുന്നതും മനുഷ്യൻ ഒരിക്കലും അവൻ അള്ളാഹു കൊടുത്തിട്ടുള്ള ദുനിയവിയായ ആ അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ അഹങ്കരിക്കരുത്. പകരം അത് അള്ളാഹു തന്ന നിഅമത്താണെന്ന് മനസ്സിലാക്കി ഓരോന്നിനെക്കുറിച്ചും നാളെ അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ടാകുമെന്ന് മനസ്സിലാക്കി അള്ളാഹുവിന് നന്ദിയുള്ള യഥാർത്ഥ മുത്തഖിയായ അടിമയായി തീരാൻ അതിനുവേണ്ടിയുള്ള ജീവിതത്തെ ക്ഷമയോടുകൂടെ നന്ദിയോടുകൂടെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ് ഈ മഹത്തായ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ഒന്നിച്ച് ഓതിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. അൽഹാകുമുത് തകാസുർ, പരസ്പരം ദുനിയാവിൻ്റെ കാര്യത്തിൽ പേരും പെരുമയും പറഞ്ഞ് പെരുപ്പം കാണിച്ച് പറയുന്നത് നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കുന്നത് വരെ അഥവാ നിങ്ങൾ മരിക്കുന്നത് വരെ. കല്ലാ സൗഫ തഅലമൂൻ, എങ്കിൽ നിങ്ങളുടെ ആ ചിന്ത വളരെ മോശപ്പെട്ട ചിന്തയാണ്. കല്ലാ, ആ ചിന്ത നിങ്ങൾക്ക് വേണ്ട കേട്ടോ. സൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, അതേ നിങ്ങൾ പിന്നീട് ഇതിൻ്റെ ഭവിഷ്യത്ത്, ദുനിയാവിൻ്റെ കാര്യത്തിലുള്ള ഭ്രമം കാണിക്കുന്നതിൻ്റെ ഭവിഷ്യത്ത് അറിയുക തന്നെ ചെയ്യും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, കല്ലാ അങ്ങനെയല്ല കേട്ടോ. ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിശ്ചയം നിങ്ങൾ ദൃഢമായ അറിവ് അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ഒട്ടും ഇപ്രകാരം അഹങ്കാരം കാണിക്കുമായിരുന്നില്ല. ലതറവുന്നൽ ജഹീം, നിങ്ങൾ ജഹീം നരകം തീർച്ചയായിട്ടും നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹാ, അതേ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ, യഥാർത്ഥ കണ്ണുകൊണ്ട് നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, പിന്നീട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുള്ള എല്ലാ നിഅമത്തുകളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സദഖല്ലാഹു മൗലാനൽ അലിയ്യുൽ അദീം. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ തേട്ടങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ഉദ്യമങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ തമ്പുരാനെ. നിൻ്റെ ബർക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഏറ്റിത്തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന, നിനക്ക് നന്ദി കാണിക്കുന്ന യഥാർത്ഥ അടിമകളിൽ ഞങ്ങളേവരെയും ചേർക്കണേ തമ്പുരാനെ. അബ്ദുറഹ്മാൻ മുസ്ലിയാർ അല്ലേ മരിച്ച ഇല്ലൈനിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉസ്താദ് അവർകൾ വളരെ കാലമായി ദീനിയായ പ്രവർത്തനങ്ങൾക്ക് നിഷ്കളങ്കമായി നേതൃത്വം നൽകുന്ന മഹാനാണ്. അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. അല്ലാഹുവേ, അവരുടെ ഖിദ്മത്തുകൾ നീ സ്വീകരിക്കണേ തമ്പുരാന്. അവരുടെ ഖബറിലേക്ക് വലിയൊരു മുതൽക്കൂട്ടായി നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ, മാതൃകായോഗ്യമായ ആ പ്രവർത്തന പാതയിൽ ഞങ്ങൾക്കും മാതൃക സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവേ, ദീനിന് വേണ്ടി ഖിദ്മത്തെടുക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാന്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നതുപോലെ വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ. അല്ലാഹ്, ഒരുപാട് ആളുകൾ രോഗികളാണ്. നീ ശിഫാ നൽകു തമ്പുരാന്, ആഫിയത്ത് നൽകു തമ്പുരാന്. മാരകമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കരുത് തമ്പുരാന്. അല്ലാഹുവേ, ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകണേ തമ്പുരാന്. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.
സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ